ഓക്കെ, അപ്പം നമ്മൾ സെഷൻ ട്രാക്കിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സെഷൻ ട്രാക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ദ പ്രോസസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ സ്റ്റേറ്റ് ഓഫ് ദ യൂസർ ഫ്രം ലോഗ് ഇൻ ടു ലോഗ് ഔട്ട് ഈസ് നോൺ ആസ് സെഷൻ ട്രാക്കിംഗ് പ്രോസസ്. അപ്പം ഒരു യൂസറിന്റെ ആ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സുകളാണ് സെഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം മെയിനായിട്ട് ഫോർ ട്രാക്കിംഗ് ടെക്നിക്സ് ആണുള്ളത്. കുക്കീസ്, ഹിഡൻ ഫോം ഫീൽഡ്, URL റൈറ്റിംഗ്, HTTP സെഷൻസ്. അതിൽ ഫസ്റ്റ് നമ്മൾ കുക്കീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുക്കീസ് ഓൾറെഡി ഞാനിപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കുക്കീസിന്റെയും സെഷൻസിന്റെയും ഒരു എക്സാമ്പിൾ സൈഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ സെയിം കുക്കീസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ പ്രോസസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പം നോക്കാം. കുക്കീസ് ആർ സ്മോൾ പീസ് ഓഫ് ഇൻഫർമേഷൻ സെൻഡ് ബൈ ദ വെബ് സെർവർ ടു ദ ക്ലയന്റ്. കുക്കീസ് ആർ സ്റ്റോർഡ് ഓൺ ദ ക്ലയന്റ് മെഷീൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, കുക്കീസ് എന്ന് പറഞ്ഞാൽ സ്മോൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ക്ലയന്റ് സൈഡിലെ ഫയൽസിലാണ് കുക്കീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. എ കുക്കി കൺസിസ്റ്റ് ഓഫ് വേരിയസ് ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് നെയിം, വാല്യൂ, മെസ്സേജ്, ഡൊമൈൻ, പാത്ത്, കമന്റ് ആൻഡ് വേർഷൻ നമ്പർ എക്സെട്ര. അപ്പോൾ കുക്കീസിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. കുക്കീസിൽ ആട്രിബ്യൂട്ട്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? നെയിം ആവാം, വാല്യൂ ആവാം, മെസ്സേജ് ആവാം, ഡൊമൈൻ ആവാം, എക്സെട്ര. അങ്ങനെ എന്തോ ആവാം. കുക്കീസ് ഷുഡ് ഓൺലി ബി യൂസ്ഡ് ടു സ്റ്റോർ നോൺ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. അപ്പൊ ഒരു കുക്കീസ് എന്താ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അറിയോ? നോൺ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ മാത്രമാണ് കുക്കീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then cookies are used to maintain the session. The client can disable the cookies. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? സെക്ഷൻ ട്രാക്കിംഗ് ടെക്നിക്സ് ആണ്. അതായത് ഒരു യൂസറിന്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം കുക്കീസ് എന്താ ഓൾറെഡി യൂസ് ചെയ്യുന്നത്? ആ ഒരു സെഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദ ക്ലയന്റ് ക്യാൻ ഡിസേബിൾ ദ കുക്കീസ്. അപ്പൊ ഒരു ക്ലയന്റിന് ആ കുക്കീസിനെ ഡിസേബിൾ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഹൗ കുക്കീസ് വർക്ക്സ്. അപ്പം ഈ കുക്കീസിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സെക്ഷനിലെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ. ഒരു ബ്രൗസർ, ഒരു സെർവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് സെർവറിന് വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു, സെർവർ നമുക്കൊരു റെസ്പോണ്ട് തരും. എഗെയിൻ നമ്മൾ വീണ്ടും റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലോഗിൻ ചെയ്തൊരു ക്ലയന്റ് ആണ്. അപ്പൊ നമുക്ക് എഗെയിൻ എന്ത് ചെയ്താൽ മതി? ഒരു കുക്കീസിന്റെ കൂടെ ഒരു റിക്വസ്റ്റ് വിത്ത് കുക്കീസ് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ സെർവർ എന്ത് ചെയ്യും? ആ റിക്വസ്റ്റിന്റെ ബേസിൽ തന്നെ നമ്മുടെ ഒരു സെഷൻ ID ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെഷൻ ID എന്ന് പറഞ്ഞാൽ സെഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെഷൻസിൽ എന്തോ ആവാം, ആട്രിബ്യൂട്ട് ആവാം, നെയിം വെച്ചിട്ടൊക്കെ ഒരു സെഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെഷൻ ഒരു നമ്പർ കൊടുക്കുന്നു, അതാണ് സെഷൻ ID. ആ സെഷൻ ID നമ്മൾ തിരിച്ച് ക്ലയന്റിന് സെർവർ സെൻഡ് ചെയ്യുന്നു. ക്ലയന്റ് എന്ത് ചെയ്യും? ആ സെഷൻ ID വെച്ചിട്ട് കുക്കീസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ റിക്വസ്റ്റിന്റെ കൂടെ ഈ കുക്കീസും കൂടെ ആഡ് ചെയ്തിട്ട് റിക്വസ്റ്റ് അയക്കും സെർവറിന്. അപ്പൊ സെർവർ എന്ത് ചെയ്യുന്നു? ആ കുക്കീസിൽ സെഷൻ ID നോക്കുന്നു. ആ സെഷൻ ID നമ്മുടെ കയ്യിലുള്ള സെഷൻ ID ആയിട്ട് മാച്ച് ആണോ നോക്കുന്നു. മാച്ച് ആണെങ്കിൽ പിന്നെ അഗെയിൻ നമുക്ക് വെൽക്കം ബാക്ക് എന്ന മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, അഗെയിൻ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരുന്നു. അതാണ് കുക്കീസിന്റെ വർക്കിംഗ്. സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് കുക്കീസ് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് നോൺ പെർസിസ്റ്റന്റ് കുക്കീസും പെർസിസ്റ്റന്റ് കുക്കീസും. അതിൽ നോൺ പെർസിസ്റ്റന്റ് കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇറ്റ് ഈസ് ഓൺലി വാലിഡ് ഫോർ സിംഗിൾ സെക്ഷൻസിന് മാത്രമേ അത് വാലിഡ് ആവുന്നുള്ളൂ. അപ്പം ഇറ്റ് ഈസ് റിമൂവ്ഡ് ഈച്ച് ടൈം വെൻ ദ യൂസർ ക്ലോസ് ദ ബ്രൗസർ. അപ്പൊ യൂസർ ബ്രൗസർ ക്ലോസ് ചെയ്ത ആ സമയത്ത് കുക്കീസ് നമുക്ക് ലോസ്റ്റ് ആയി പോകും. അതാണ് നോൺ പെർസിസ്റ്റന്റ് കുക്കീസ്. അപ്പൊ പെർസിസ്റ്റന്റ് കുക്കീസ് എന്തായിരിക്കും? അതിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഇറ്റ് ഈസ് വാലിഡ് ഫോർ മൾട്ടിപ്പിൾ സെക്ഷൻസിൽ വാലിഡ് ആണ്. അതായത് ഈച്ച് ടൈം യൂസർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കുക്കീസ് എന്താ ലോസ്റ്റ് ആവില്ല. എപ്പോഴാ ആ കുക്കീസ് ലോസ്റ്റ് ആവുള്ളൂ? ആ ഒരു യൂസർ അത് ലോഗ് ഔട്ടോ സൈൻ ഔട്ടോ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ കുക്കീസ് നമുക്ക് മിസ് ആവുള്ളൂ. അതുവരെ ആ കുക്കീസ് അവിടെ തന്നെ ഉണ്ടാവും. അതാണ് 2 ടൈപ്സ് ഓഫ് കുക്കീസ്. ദെൻ അടുത്ത് നോക്കാൻ പോകുന്നത് കുക്കീസിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ടേഴ്സ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് 2 കൺസ്ട്രക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കുക്കീസ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ടറും അഗൈൻ കുക്കി സ്ട്രിംഗ് നെയിം സ്ട്രിംഗ് വാല്യൂ എന്ന് പറഞ്ഞ 2 കൺസ്ട്രക്ടേഴ്സ് ആണ് കുക്കീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതർ ഇമ്പോർട്ടൻസ് മെത്തേഡ്സുകൾ ഉണ്ട് കുക്കീസിൽ. നമ്മളിതൊക്കെ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു യൂസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഓരോ മെത്തേഡ്സും അതിന്റെ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഈ മെത്തേഡ്സ് ഒക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ദെൻ എങ്ങനെയാണ് ഒരു കുക്കീസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഹൗ ടു ക്രിയേറ്റ് എ കുക്കി. അതിന്റെ സിൻടാക്സ് നോക്കാം. കുക്കി സി ഈസ് ഈക്വൽ ടു ന്യൂ കുക്കി ഓഫ് നെയിം വാല്യൂ. അപ്പം സി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു സിൻടാക്സ് വെച്ചിട്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു കുക്കി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. എക്സാമ്പിളില് കുക്കി സി കെ ഇസ് ഈക്വൽ ടു ന്യൂ കുക്കി ഓഫ് യൂസർ സോനോ ജെയ്സൺ. അപ്പം നമ്മൾ സി കെ എന്ന് പറഞ്ഞ അവിടെ ഒരു ഒബ്ജക്റ്റ്, കുക്കി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കുക്കി സി കെ ഇസ് ഈക്വൽ ടു ന്യൂ കുക്കി ഓഫ് യൂസർ സോനോ ജെയ്സൺ.
അപ്പം അതിന് റെസ്പോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഡോട്ട് ആഡ് കുക്കി ഓഫ് CK എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ സിൻടാക്സ്. ഇനി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് കുക്കീസ് എന്ന് പറഞ്ഞാൽ കുക്കീസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ കുക്കീസ് ആർ മെയിൻറ്റെയിൻ അറ്റ് ക്ലയന്റ് സൈഡ്, അത് നമുക്കറിയാം ക്ലയന്റ് സൈഡിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കുക്കീസ് ആർ റെഡ്യൂസ് നെറ്റ്വർക്ക് ട്രാഫിക് റെഡ്യൂസ് ചെയ്യാൻ കുക്കീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ഡിസഡ്വാൻറ്റേജ് ഓഫ് കുക്കീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് ഇഫ് കുക്കീസ് ഇസ് ഡിസേബിൾഡ് ഫ്രം ദ ബ്രൗസർ. ഓക്കെ, നമ്മൾ പറഞ്ഞു അത് യൂസർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുക്കീസ് ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അഗെയിൻ റിക്വസ്റ്റ് നമ്മളൊരു പുതിയ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു പുതിയ കുക്കീസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓൾഡ് ആ കുക്കീസ് നമുക്ക് കിട്ടില്ല. ഓൺലി ടെക്സ്റ്റൽ ഇൻഫർമേഷൻ ക്യാൻ ബി സെൻഡ് ഇൻ കുക്കി സബ്ജക്ട്. കുക്കീസ് ആർ നോട്ട് സെക്യൂർ, ദെൻ കുക്കി സൈസ് ഈസ് ലിമിറ്റഡ്. കുക്കീസിന്റെ സൈസ് ലിമിറ്റഡ് ആണ്. ഇത്രയാണ് കുക്കീസിന്റെ സെക്ഷനിൽ പറയുന്നത്. അപ്പം ഈ ഒരു കുക്കീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആ എക്സാമ്പിളിൽ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടെക്നിക്സ് ആണ് ഹിഡൻ ഫോം ഫീൽഡ്. അപ്പം ഒരു സെഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു യൂസറിന്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഹിഡൻ ഫോം ഫീൽഡ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു ഹിഡൻ ഫോം ഫീൽഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു യൂസറിന്റെ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം അനദർ വേ ഓഫ് പാസിംഗ് ഡാറ്റ ഫ്രം വൺ പേജ് ടു അനദർ പേജ് ഇസ് by using hidden form field. Okay, the hidden form field is used to insert the information in the web pages and this information is sent to the server. അപ്പം ഹിഡൻ ഫോം ഫീൽഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫർമേഷൻസ് വെബ് പേജിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിഡൻ ഫോം ഫീൽഡ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് സെർവറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ദിസ് ഫീൽഡ്സ് ആർ നോട്ട് വ്യൂവബിൾ ടു ദ യൂസർ ഡയറക്ട്ലി. അപ്പം നമുക്ക് ഈ ഒരു ഹിഡൻ ഫോം ഫീൽഡ് ആ പേരിൽ തന്നെ അറിയാം, ഇറ്റ് ഈസ് ഹിഡൻ ഫ്രം ദ യൂസേഴ്സ് ആണ്. അപ്പൊ യൂസേഴ്സിന് ഈ ഒരു ഫീൽഡ് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, യൂസറിന് അത് ഡയറക്ട്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. Then the advantage with this method is the data is not visible to the user directly. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഇൻവിസിബിൾ ആണ് യൂസേഴ്സിന്. ബട്ട് വെൻ ദ യൂസർ ലുക്ക് അറ്റ് ദ സോഴ്സ് ഓഫ് ദ വെബ് പേജ് ഇൻ എ ബ്രൗസർ ദ ഡാറ്റ ബീങ് പാസ്ഡ് വിൽ ബി വിസിബിൾ. ബട്ട് എന്താണ്, ഈ ഒരു യൂസർ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു സോഴ്സിൽ, അതായത് ആ ഒരു വെബ് പേജിന്റെ ഒരു ബ്രൗസറിലെ വെബ് പേജിലെ സോഴ്സസ് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ആ ഡാറ്റ അവിടെ വിസിബിൾ ആയിട്ട് മാറുന്ന പറയുന്നത്. അപ്പം ഇൻ കേസ് ഓഫ് എ ഹിഡൻ ഫോം ഫീൽഡ് എ ഹിഡൻ ടെക്സ്റ്റ് ഫീൽഡ് ഈസ് യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ദി സ്റ്റേറ്റ് ഓഫ് എ യൂസർ. അപ്പം ഇവിടെ ഹിഡൻ ഫോം ഫീൽഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹിഡൻ ടെക്സ്റ്റ് ഫീൽഡ്, ആ ടെക്സ്റ്റ് ഫീൽഡാണ് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, യൂസറിന്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലയന്റ് സൈഡിൽ ഇവിടെ നമ്മളൊരു ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. ആ ഇൻഡെക്സ് പേജിന്റെ ഉള്ളിൽ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൽ യൂസറിന്റെ നെയിം ആണ് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു ബട്ടൺ ഉണ്ട്, ക്ലയന്റ് സൈഡിലാണ്. ദെൻ സെർവർ സൈഡിൽ നമ്മൾ സെർവ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്ലയന്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്തത് ക്ലയന്റ് സൈഡിലാണല്ലോ. അപ്പം ഈ ക്ലയന്റ് സൈഡിൽ നിന്ന് നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റിക്വസ്റ്റ് എങ്ങോട്ടേക്ക് പോകും, സെർവർ സൈഡിലുള്ള സെർവ്ലെറ്റിലേക്ക് ഒരു റിക്വസ്റ്റ് പോകും. അപ്പൊ ഈ സെർവ്ലെറ്റ് എന്താ ചെയ്യുന്നത്, ഗെറ്റ് പാരാമീറ്റർ ഓഫ് നെയിം, അതായത് ഗെറ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ റിക്വസ്റ്റിലെ ആ ഒരു യൂസറിന്റെ നെയിം ആണല്ലോ റിക്വസ്റ്റിൽ ആ ഒരു ക്ലയന്റ് സൈഡിൽ ഉള്ളത്. അപ്പം ആ ഒരു റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു നെയിമിനെ ആക്സസ് ചെയ്യും ആ ഒരു സെർവ്ലെറ്റ്. ദെൻ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു സെർവ്ലെറ്റ് എന്താ ചെയ്യുന്നത്, നമുക്ക് തിരിച്ച് ആ റിക്വസ്റ്റിന് റെസ്പോൺസ് കൊടുക്കണമല്ലോ. അതിനായിട്ട് ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും. ആ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത് എവിടെ അറിയോ, HTML ആണ് ആ ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ആ HTML-നുള്ളിൽ അവർ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു ഹിഡൻ ഫോം ഫീൽഡ് അവർ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ, ആ HTML-നുള്ളിലാണ് ഹിഡൻ ഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഹിഡൻ ഫോം ഫീൽഡിനുള്ളിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ക്ലയന്റ് സൈഡിൽ ക്രിയേറ്റ് ചെയ്ത യൂസറിന്റെ നെയിമുമായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പം ഈ HTML-നുള്ളിലുള്ള ഹിഡൻ ഫോം ഫീൽഡിലെ എല്ലാ ഡീറ്റെയിൽസും, വാല്യൂ ആണെങ്കിലും നെയിം ആണെങ്കിലും ഒക്കെ എന്തായിരിക്കും, ഇൻവിസിബിൾ ആയിരിക്കും. അതായത് യൂസറിന് ഒരിക്കലും അതിനെ കാണാനും പറ്റില്ല, അതിനെ ആക്സസ് ചെയ്യാനെങ്കിൽ യൂസറിനായിട്ട് അതിനെ ഒരിക്കലും വ്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ HTML ആ ഒരു ഹിഡൻ ഫോം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് തിരിച്ചൊരു റെസ്പോൺസ് ആർക്ക് കൊടുക്കും, ക്ലയന്റ് സൈഡിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഹിഡൻ ഫോം ഫീൽഡിൽ നടക്കുന്നത്. അപ്പം ഹിഡൻ ഫോം ഫീൽഡിൽ ആ ഒരു ഹിഡൻ ടെക്സ്റ്റ് ഫീൽഡ് ഇല്ലേ, ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡാണ് ആ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ നോക്കാം, ലെറ്റ് സീ ദ കോഡ് ടു സ്റ്റോർ വാല്യൂ ഇൻ ഹിഡൻ ഫോം ഫീൽഡ്. അപ്പം ഹിഡൻ ഫോം ഫീൽഡിൽ എങ്ങനെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു കോഡാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഹിഡൻ ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ നെയിം എന്ന് പറഞ്ഞാൽ സെഷൻ ആണ്, വാല്യൂ എന്ന് പറഞ്ഞാൽ 1 2 3 4 5. ഓക്കെ, അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഹിഡൻ, നെയിം സെഷൻ ആണ്, വാല്യൂ 1 2 3 4 5 ആണ്.
Okay, here session is the hidden field. Here the session is the hidden field name and 1 2 3 4 5 is the hidden field value. അപ്പം സെഷൻ ആണ് അവിടുത്തെ ഹിഡൻ ഫീൽഡ് നെയിം. അപ്പൊ അതിലെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹിഡൻ ഫീൽഡ് നെയിം സെഷനും വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹിഡൻ 1 2 3 4 5 ആണ് അവിടുത്തെ ഹിഡൻ ഫീൽഡ് വാല്യൂസും. Then real applications of hidden form field. Hidden form field ന് real applications നോക്കാം. ഒന്ന് ഫസ്റ്റ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കമാൻഡ് ഫോം ഓഫ് വെബ്സൈറ്റ്. വെബ്സൈറ്റിലാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ സച്ച് കേസ് വി സ്റ്റോർ പേജ് ഐ ഡി ഓർ പേജ് നെയിം ഇൻ ദ ഹിഡൻ ഫീൽഡ് സോ ദാറ്റ് ഈച്ച് പേജ് ക്യാൻ ബി യുണീക്ലി ഐഡന്റിഫൈഡ്. Then main advantages of using hidden form field എന്ന് പറഞ്ഞാൽ it will always work whether the cookies is disabled or not. കുക്കീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കുക്കീസ് ഡിസേബിൾഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ ഈ ഒരു ഹിഡൻ ഫോം ഫീൽഡ് ഓൾവേസ് വർക്ക് ചെയ്യും. ഓക്കെ, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ അറ്റ് സെർവർ സൈഡ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എവിടെയാണ്? സെർവർ സൈഡിലാണ്. നമ്മൾ പറഞ്ഞല്ലോ സെർവർ ആണ് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HTML ഒരു റെസ്പോണ്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ഇൻ സെർവർ സൈഡ് ആണ്. Extra form submission is required on each pages. Only textual information can be used. ഇതാണ് ഹിഡൻ ഫോം ഫീൽഡിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പോൾ ഹിഡൻ ഫോം ഫീൽഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടെക്നിക്സ് ആണ് URL റീറൈറ്റിംഗ്. അപ്പോൾ നെക്സ്റ്റ് സെഷൻ ട്രാക്കിംഗ് ടെക്നിക്സിൽ ഒരു യൂസറിന്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് URL റീറൈറ്റിംഗ്. ഓക്കെ,